السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം സീറത്തു നബവിയ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 87-ാമത്തെ ഒരു ഭാഗത്ത്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് അദാത്തുൽ-ഇഖാവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു പര്യടനം കഴിഞ്ഞ് വരുന്ന വഴിയിൽ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവായിട്ട് ബന്ധപ്പെട്ട ആ സംഭവമായിരുന്നു വിശദമായിട്ട് നമ്മൾ പ്രതിപാദിച്ചത്. ഇപ്പോൾ നമ്മൾ ഹിജ്റ വർഷം 5-ലാണുള്ളത്. ഹിജ്റ വർഷം 5-ൽ നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഖന്തക്ക് യുദ്ധമാണ്. അത് സംഭവിക്കുന്നത് ശവ്വാൽ മാസത്തിലാണ്. അതിന് തൊട്ടു മുമ്പായിട്ട് മറ്റൊരു സംഭവം അരങ്ങേറുന്നത്, അതാണ് നമ്മുടെ പ്രതിപാദ്യ വിഷയം, ശഅബാൻ മാസത്തിൽ അരങ്ങേറിയ ബനുൽ മുസ്തലഖിലേക്കുള്ള സൈനിക നിയോഗമാണ്. ഈ സംഭവം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അദാത്തുൽ-ഇഖായിനെ പോലെ അതല്ലെങ്കിൽ രണ്ടാം ബദറിനെ പോലെയല്ല സിറിയയിൽ പ്രധാനപ്പെട്ടൊരു സംഭവമൊന്നുമല്ല. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനുബന്ധമായിട്ട് അരങ്ങേറുന്ന മറ്റ് 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ അത് സിറിയയിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഒന്ന് ബനുൽ മുസ്തലഖിലേക്കുള്ള സൈനിക മുന്നേറ്റം, അതുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്നത് രണ്ടാമത്തെ സംഭവം മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ മുഹാജിറുകൾക്കും അൻസാറുകൾക്കിടയിൽ ഒരു ഫിത്ന, അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചതും അതിൻ്റെ ഭാഗമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തുൽ മുനാഫിഖൂൻ്റെ അവതരണ പശ്ചാത്തലം, അതാണ് രണ്ടാമത്തെ സംഭവം. മൂന്നാമതായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെയുള്ള അപവാദ പ്രചാരണമാണ്, ഇഫ്കാണ്. അത് വളരെ സുദീർഘമായിട്ട് പ്രതിപാദിക്കേണ്ട മറ്റൊരു വിഷയമാണ്. ഈ 3ഉം പ്രധാനമായിട്ടും മുനാഫിക്കുകളായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ സംഭവത്തിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്നുള്ളത് മുനാഫിക്കുകളാണ്. അപ്പോൾ അതെന്തുകൊണ്ട് ഇതിൽ മുനാഫിക്കുകൾ അത്രയേറെ പങ്കെടുത്തു എന്നുള്ളതെല്ലാം തുടർന്നുള്ള വിശദീകരണത്തിൽ നമ്മൾ വിവരിക്കുന്നതാണ്. ഈ ഒരു സംഭവത്തിൻ്റെ വിശദ വിവരണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആമുഖമായിട്ട് സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, ഈ ബനുൽ മുസ്തലഖ് അത് സീറയുടെ ഏത് പോയിന്റിലാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ ചൊല്ലി സീറ പണ്ഡിതന്മാർക്കിടയിൽ ഒരു ഇഖ്തിലാഫ്, ഒരു അഭിപ്രായ വ്യത്യാസം കാണാൻ സാധിക്കും. ഒരു വിഭാഗം പണ്ഡിതന്മാർ ഇപ്പോൾ നമ്മൾ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് ഖന്തക്ക് യുദ്ധത്തിന് ശേഷം ഹിജ്റ വർഷം 6-ലാണ് അരങ്ങേറിയതെന്നാണ് അവരുടെ പക്ഷം. പ്രധാനപ്പെട്ട സീറ അതോറിറ്റി സീറത്ത് ഇബ്നു ഇസ്ഹാഖിലും അതേപോലെ തന്നെ ഇബ്നു ജരീർ തുബരിയെ പോലെയുള്ള ഇബ്നു അബ്ദുൽ ബറിനെ പോലെയുള്ള പണ്ഡിതന്മാരെല്ലാം ആ രൂപത്തിലാണ് അതിനെ നോക്കിക്കാണുന്നത്. അതേസമയം ഇപ്പോൾ നമ്മൾ വിവരിക്കുന്നത് പോലെ അത് ഖന്തക്ക് യുദ്ധത്തിന് മുമ്പ് ഹിജ്റ വർഷം 5 ശഅബാനിലാണെന്നാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയെ പോലെ അല്ലെങ്കിൽ ഇബ്നു കസീറിനെ പോലെ ഇബ്നു ഖയ്യിം റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാരെല്ലാം ആ രൂപത്തിലാണ് അതിനെ വിവരിക്കുന്നത്. ആ ഒരു ക്രോണോളജിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. കാരണം അവർ ഇരു വിഭാഗവും അവരുടേതായിട്ടുള്ള തെളിവുകൾ നിരത്തേണ്ട ആ ഒരു ചർച്ചയിൽ പ്രസക്തി ഇല്ലെന്ന് തോന്നുകയാണ്. പ്രധാനപ്പെട്ട ഒരു തെളിവ് മാത്രം സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ 3-ൽ പ്രധാനപ്പെട്ട അവസാനത്തെ സംഭവം ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ട് ബന്ധപ്പെട്ട ഇഫ്ക്, ആ അപവാദ പ്രചാരണത്തിലെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് സ്വഹീൽ ബുഖാരിയിൽ കടന്നു വരുന്ന സുദീർഘമായിട്ടുള്ള ഹദീസിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച പരാമർശങ്ങൾ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഖന്തക്ക് യുദ്ധം കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം ഷഹീദാകുന്നുണ്ട്. അപ്പോൾ അവരുടെ വാദപ്രകാരം ഖന്തക്ക് യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സംഭവം അരങ്ങേറുന്നതെങ്കിൽ എങ്ങനെയാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആ സംഭവത്തിൽ ഉണ്ടായിരിക്കുക? അതാണ് അവരുടെ വാദം. അതിന് മറുവാദങ്ങളുണ്ട്, നമ്മൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഏതായിരുന്നാലും ഇപ്പോൾ നമ്മൾ ആ ബനുൽ മുസ്തലഖിനെ സംബന്ധിച്ച് അതിലേക്കാണ് നമ്മൾ ആ ഒരു വിഷയത്തിലേക്കാണ് കടന്നു വരുന്നത്. ഇപ്പോൾ ബനുൽ മുസ്തലഖ് എന്നുള്ളതൊരു ഗോത്രത്തിൻ്റെ പേരാണ്. അവർ അറേബ്യയിലെ പുരാതന ഗോത്രമായിട്ടുള്ള ബനു ഖുസാ ഗോത്രത്തിൻ്റെ ഉപവിഭാഗം, സബ്ട്രൈബാണ്. ഖുസാ ഗോത്രത്തെ സംബന്ധിച്ചെല്ലാം നമ്മൾ സീറയുടെ ആദ്യ ഭാഗങ്ങളിൽ പറഞ്ഞിരുന്നു. അവർ ഖുറൈശികളായിട്ട് അവർക്ക് ബ്ലഡ് റിലേഷൻ, അവർക്ക് ആ രക്തബന്ധം എല്ലാം ഉണ്ട്. പക്ഷേ അവർ താമസിക്കുന്നത് മക്കയിലല്ല, മക്കൾക്ക് പുറത്താണ്. മക്കൾക്കും മദീനക്കും ഇടയിൽ, മദീനയുടെ വടക്ക് ഭാഗത്ത് മക്കയോട് ചേർന്നിട്ടുള്ള ഒരു ഭാഗത്താണ് ഈ ബനുൽ മുസ്തലഖ് ഗോത്രമുള്ളത്. നിങ്ങൾ പിറകിൽ ആ ഒരു മാപ്പ് കാണുന്നുണ്ടാകും. അപ്പോൾ ഈ ബനുൽ മുസ്തലഖ് ഗോത്രക്കാർ അവരുപയോഗിക്കുന്ന ഒരു ജലസംഭരണിയുണ്ട്, അവരുടെ ഒരു തടാകമുണ്ട്. അതിനെ മുറൈസിയ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഗസ്വത്തു ബനുൽ മുസ്തലഖ്, അതേപോലെ തന്നെ ഈ ഒരു സംഭവം മറ്റൊരു പേരിലും ഗസ്വത്തു മുറൈസിയ എന്നുള്ള പേരിലും ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ട്. അതേപോലെ ഈ ബനുൽ മുസ്തലഖ് ഗോത്രക്കാർ അവർ മറ്റൊരു കാരണത്താലും അവർ അറേബ്യൻ ഉപദ്വീപിൽ പ്രസിദ്ധരാണ്. കാരണം ഖുറൈശികളുടെ പ്രധാനപ്പെട്ട 3 വിഗ്രഹങ്ങൾ പരിശുദ്ധ ഖുർആനിലെല്ലാം പരാമർശിക്കുന്ന ലാത്ത, ഉസ്സ, മനാത്ത്, അതിൽ 3-ാമത്തെ മനാത്ത് വിഗ്രഹത്തിൻ്റെ സൂക്ഷിപ്പുകാരായിരുന്നു ഈ ബനുൽ മുസ്തലഖ് ഗോത്രം. പരിശുദ്ധ ഖുർആനിൽ
സൂറത്തു നജ്മിൻ്റെ 20-ാമത്തെ ആയത്തിൽ ഒ മനാത്ത സാലിസത്തൽ ഉഖ്റ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആ മനാത്ത് വിഗ്രഹത്തിൻ്റെ സൂക്ഷിപ്പുകാരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായിട്ട് സംഘട്ടനം ഉണ്ടായത്? സത്യത്തിൽ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിൻ്റെ ആ മക്കി കാലഘട്ടത്തിലുടനീളം ഇവർ ഖുറൈശികളായിട്ടെല്ലാം ബന്ധമുണ്ടെങ്കിലും ആ മക്കയുടെ ഇൻറ്റേർണൽ പൊളിറ്റിക്സിലൊന്നും അവരിടപെടാൻ പോയിരുന്നില്ല. അവർ ന്യൂട്രലായിട്ട് മക്കൾക്ക് പുറത്ത് അവർ ജീവിക്കുകയായിരുന്നു. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്ത് മദീനയിൽ എത്തിയതിന് ശേഷം ഈ ആളുകൾ ബനുൽ മുസ്തലക്ക് അവർ ഖുറൈശികളോടൊപ്പം ചേരുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം അവരുടെ ആ കാരവൻ റൂട്ട് അത് മുസ്ലിങ്ങളെ എല്ലാ അർത്ഥത്തിലും തടസ്സപ്പെടുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ എക്കണോമിയെ ബാധിക്കുകയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം ആ മനാത്തിൻ്റെ സംരക്ഷകരാണ്. അപ്പോൾ ഇസ്ലാം വളരുന്നത് എല്ലാ അർത്ഥത്തിലും അവർക്ക് ക്ഷീണമാണ്. അപ്പോൾ അവർ ഖുറൈശികളെ സപ്പോർട്ട് ചെയ്യുന്ന ആ സപ്പോർട്ട് പ്രത്യക്ഷമായിട്ട് തന്നെ അവസാനമായിട്ട് അരങ്ങേറിയ ഉഹുദ് യുദ്ധത്തിൽ ഖുറൈശികളെ ശക്തമായിട്ട് അവർ സപ്പോർട്ട് ചെയ്തു. ഉഹുദിൽ ഖുറൈശികളോടൊപ്പം ചേർന്ന് അവർ മുസ്ലിങ്ങളെ ആക്രമിച്ചു. അതിനും ശേഷം ഉഹുദിൽ മുസ്ലിങ്ങൾക്ക് ക്ഷീണം പറ്റിയെന്ന് മനസ്സിലാക്കി തളർന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് മുസ്ലിങ്ങളെ രഹസ്യമായിട്ട് ആ മദീനയെ അറ്റാക്ക് ചെയ്യാനുള്ളൊരു പദ്ധതിയും അവർ ഒരുക്കുന്നുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ചുള്ള ഒരു ഇൻ്റലിജൻസ് രഹസ്യ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ആ രഹസ്യ വിവരം ലഭിച്ച ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെയും കൂട്ടി ചാടി ഇറങ്ങി പുറപ്പെടാതെ ആ ലഭിച്ച വാർത്ത ഒന്നുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെരിഫൈ ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് നിർദ്ദേശിച്ചതുപോലെ സൂറത്തുൽ ഹുജറാത്തിൻ്റെ 6-ാമത്തെ ആയത്തിൽ ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു, എന്തെങ്കിലും ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിയാൽ നിങ്ങളത് വെരിഫൈ ചെയ്യുക. ഈ ഒരു ആയത്ത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക. ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം ഇൻഷാ അല്ലാഹ് ഈ ഒരു പ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കവർ ചെയ്യുന്നതാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിച്ച ആ വിവരം റസൂലുള്ളാഹി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ടി അനുയായികളിൽ നിന്നും ഒരു ചാരനെ റസൂലുള്ളാഹി ആ ബനുൽ മുസ്തലക്ക് ഗോത്രത്തിലേക്ക് പറഞ്ഞേക്കുകയാണ്. നേരത്തെ പല എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, റസൂലുള്ളാഹി ഏതൊരു ദൗത്യത്തിനും റസൂലുള്ളാഹി അനുയായികളിൽ നിന്നും ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരാളെ ആയിരിക്കും തിരഞ്ഞെടുക്കുക. അപ്പോൾ റസൂലുള്ളാഹി തിരഞ്ഞെടുക്കുന്ന ആളുകൾ അവർ ആ ദൗത്യം നിർവഹിച്ച് വരുന്നതെല്ലാം സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ ഓരോ അനുയായികളെയും റസൂലുള്ളാഹി എത്രത്തോളം സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കിയിരുന്നു. ആ ഒരു റസൂലുള്ളാഹിൻ്റെ ഉന്നതമായിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് അവിടെയെല്ലാം പ്രതിഫലിക്കുന്നത്. അപ്പോൾ ഈ ബനുൽ മുസ്തലക്ക് ഗോത്രം മക്കൾക്കും മദീനക്കും പുറത്താണ് ഇരിക്കുന്നതെന്നാണ് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി ആ ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് മക്കയിലും മദീനയിലും അല്ലാതെ അതിനിടയിൽ ജീവിക്കുന്ന ആ മരുഭൂമിയുടെ ഭാഗത്ത് ജീവിക്കുന്ന ബദുക്കളുടെ ഗോത്രത്തിൻ്റെ ഒരു തലവനായിരുന്ന ബുറൈദ ഇബ്നു ഹസീബ് അസ്ലമി റളിയല്ലാഹു അൻഹുവിനെയാണ് റസൂലുള്ളാഹി ആ ദൗത്യം ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്വഹാബിയെ പല ആളുകൾ ഓർക്കുന്നുണ്ടാകില്ല. ഹിജറയുടെ ഭാഗത്ത് ഞാൻ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് ഓർക്കുന്നത്. നേരത്തെ ഹിജറ യാത്രയുടെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ആ സുറാഖ ബിൻ മാലിക് റസൂലുള്ളാഹിനെ എല്ലാം പിന്തുടർന്ന് അതിനുശേഷം ആ മരുഭൂമിയുടെ ആ വഴിയിൽ റസൂലുള്ളാഹിനെ ഒരാൾ സ്വീകരിക്കുന്നുണ്ട്. റസൂലുള്ളാഹിക്ക് വേണ്ട വെള്ളമെല്ലാം നൽകി അയാളുടെ ആ ഒരു മര്യാദ കണ്ടപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. റസൂലുള്ളാഹി അദ്ദേഹത്തോട് ഈ ബുറൈദ ബിൻ ഹസീബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞു ഹല്ലക ഫിൽ ഇസ്ലാം, അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഒമൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം? അപ്പോൾ റസൂലുള്ളാഹി ഇസ്ലാമിനെ അദ്ദേഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയ സമയത്ത് അദ്ദേഹത്തിനത് ആ ഒരു ആദർശം വളരെ മനോഹരമായിട്ട് തോന്നി. അദ്ദേഹം ഉടനെ തന്നെ ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ഉടനെ തന്നെ അദ്ദേഹം ആ ഗോത്രത്തിലേക്ക് മടങ്ങിപ്പോയി. അവിടെ ഉണ്ടായിരുന്ന ആ ഗോത്രത്തിലുള്ള മുഴുവൻ ആളുകളെ 30 അല്ലെങ്കിൽ 80ഓളം ആളുകൾ അദ്ദേഹം ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് അവർ മുഴുവൻ ഇസ്ലാം സ്വീകരിക്കുക. എന്നിട്ട് ഈ മുഴുവൻ ആ 80ഓളം വരുന്ന ആ ഗോത്രാംഗങ്ങളെല്ലാം കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ അവർ ഒന്നിച്ച് ഇശാ നമസ്കാരം അവിടെ നിർവഹിക്കുകയും ചെയ്തെന്നെല്ലാം ഹിജ്റയുടെ ആ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹം ആ ഒരു ഗോത്രത്തിൻ്റെ ലീഡറായിട്ട് അവിടെ ജീവിക്കുകയാണ്. അപ്പോൾ ഈ വ്യക്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു കാര്യം പരിശോധിക്കാൻ വേണ്ടി ചാരനായിട്ട് പറഞ്ഞയക്കുന്നത്. അപ്പോൾ ഈ ബുറൈദ ബിൻ ഹസീബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നല്ലൊരു യോദ്ധാവാണ്. ഫിസിക്കലി നല്ല സ്ട്രെങ്ത് ഉള്ള നല്ലൊരു ബോഡി മാനാണ്. അദ്ദേഹം ദീർഘദൂരം യാത്ര ചെയ്ത് ഈ ബനുൽ മുസ്തലഖ് ഗോത്രത്തിൻ്റെ പ്രവിശ്യയിലെത്തുകയാണ്. അവിടെ പോയി ബനുൽ മുസ്തലഖ് ഗോത്രത്തിൻ്റെ ലീഡർ, പ്രത്യേകമായിട്ട് പേര് നോട്ട് ചെയ്യുക, ഹാരിസ ഇബ്ൻ അബീ ലിറാറിനെ ഈ ബുറൈദ റളിയല്ലാഹു അൻഹു പോയി കാണുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അറിയാത്തതുപോലെ അദ്ദേഹം പറഞ്ഞു, നിങ്ങളിങ്ങനെ മദീനയെ രഹസ്യമായിട്ട് ആക്രമിക്കാനുള്ളൊരു പദ്ധതി ഒരുക്കുന്നുണ്ടോ? ഒരു വാർത്ത ഞാൻ കേട്ടു. അങ്ങനെയാണെങ്കിൽ ഞാനും എൻ്റെ ആളുകളും നിങ്ങളോടൊപ്പം ഉണ്ടാകും. നമുക്ക് ഒരുമിച്ച് നിന്നിട്ട് ആ മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആ അനുയായികളെല്ലാം വേരോടെ ഇവിടുന്ന് പിഴുതെറിയണം. അപ്പോൾ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ, നിങ്ങൾ അനുമതി നൽകുകയാണെങ്കിൽ ഞാനും എൻ്റെ അനുയായികളും നിങ്ങളോടൊപ്പം ചേരും. ഹാരിസ് അയാളെങ്ങനെ നോക്കി അയാളുടെ സംസാരം എല്ലാം ശ്രദ്ധിച്ച അവസാനം ഹാരിസ് അതിനുള്ള അനുമതി നൽകുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ബുറൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ
ഞാൻ ഉടനെ തന്നെ തിരിച്ചുപോയി ഞാൻ അനുയായികളെയും കൂട്ടി വരാം. ആ ഒരു വാക്കും പറഞ്ഞ് ബുറൈദ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ അവിടെ നിന്നും മെല്ലെ രഹസ്യമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. പിന്നെ നേരെ മദീനയിലേക്ക് തിരിച്ചെത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വിവരം കൈമാറി. അതായത്, ഓ പ്രവാചകരെ, താങ്കൾ കേട്ട ന്യൂസ് ശരിയാണ്, അവർ ഈ രൂപത്തിലൊരു ആക്രമണം അവർ പദ്ധതി ചെയ്യുന്നുണ്ട്. അത് 100% ശരിയാണെന്ന് ബോധ്യപ്പെട്ടതോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിങ്ങോട്ട് വരുന്നതിന് മുമ്പ് പലപ്പോഴും പറയാറുള്ളത് പോലെ ബെസ്റ്റ് ഡിഫെൻസ് ഈസ് ഒഫൻസ്, അതായത് അവരെ അങ്ങോട്ട് പോയി ആക്രമിക്കാൻ വേണ്ടി റസൂലുള്ള ഉടനെ തന്നെ ഒരു സൈന്യത്തെ ഒരുക്കുകയാണ്. ഇപ്പോൾ 700ഓളം വരുന്ന വലിയൊരു സൈന്യത്തെ റസൂലുള്ള മദീനയിൽ ഒരുക്കുകൂട്ടുകയാണ്. ഇപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് അടിവരയിടേണ്ട ഒരു കാര്യം, പതിവിന് തികച്ചും വിപരീതമായിട്ട് ആ സൈന്യത്തിൽ നല്ലൊരു ശതമാനം മുനാഫിക്കുകൾ ആ സൈന്യത്തിൽ അവർ കയറി പറ്റിയിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ അവരുടെ ലീഡർ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ അൻഹു അയാളടക്കം പ്രധാനപ്പെട്ട നിരവധി മുനാഫിക്കുകൾ ആ സംഘത്തിലുണ്ടായിരുന്നു. പൊതുവെ അവർ യുദ്ധത്തിൽ നിന്നും പിന്മാറുന്നതാണ് അവരുടെ പതിവ്. നേരത്തെ ഉഹുദിലെല്ലാം നമ്മൾ കണ്ടു. പക്ഷേ ഇവിടെ ഇവർ ആവേശത്തോടുകൂടെ ആ സംഘത്തിൽ അവർ കയറി പറ്റാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പോയി. അപ്പോൾ ഇവിടെ വളരെ ഈസി ടാർഗറ്റാണ്. കൃത്യമായിട്ട് മുസ്ലിങ്ങൾ പെട്ടെന്ന് തന്നെ വിജയിക്കും. അപ്പോൾ വലിയൊരു ഗനീമത്ത് കിട്ടും. അതുവഴി സാമ്പത്തികമായിട്ടുള്ളൊരു നേട്ടം അവർ ലക്ഷ്യം വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉഹുദിൽ അവർ പിന്മാറിയത് കാരണം പല ആളുകളും കൃത്യമായിട്ട് അവരുടെ മുഖം പല ആളുകൾ അറിഞ്ഞു. ആ ഒരു ജാള്യത മറച്ചു വെക്കാൻ വേണ്ടി, അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയെല്ലാം ഈ സംഘത്തിൽ അവർ പ്രധാനമായിട്ട് മുനാഫിക്കുകൾ കടന്നുകൂടാണ്. ഞാനിത് പ്രത്യേകമായിട്ട് അടിവരയിടാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്ന 2 സംഭവങ്ങളിലും പ്രധാനപ്പെട്ട റോള് മുനാഫിക്കുകൾക്കാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മുനാഫിക്കുകൾ അത്രയേറെ ആ സംഘത്തിൽ ഉൾപ്പെട്ടതെന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഏതായിരുന്നാലും ആ വലിയ സംഘം മുനാഫിക്കുകളെല്ലാം ഉൾക്കൊള്ളുന്ന ആ 700ഓളം വരുന്ന സൈന്യം മദീനയിൽ നിന്നും പുറപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളുടെ ആ ബാനർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നൽകി. അൻസാറുകളുടെ ബാനർ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന് നൽകി. റസൂലുള്ളാഹിൻ്റെ അഭാവത്തിൽ മദീനയുടെ ചുമതല സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിനെയും റസൂലുള്ള ഏൽപ്പിച്ചു. അങ്ങനെ അവർ യാത്ര ചെയ്ത് ആ ബനുൽ മുസ്തലഖ് ലക്ഷ്യമാക്കി മദീനയിൽ നിന്ന് പുറപ്പെടുകയാണ്. അങ്ങനെ അവർ യാത്ര ചെയ്ത് നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ ബനുൽ മുസ്തലഖിന് സമീപത്തുള്ള അവരുടെ ആ ഒരു ജലാശയം, അവരുടെ ആ ജലസംഭരണി, ആ മുറൈസി എന്നുള്ള പ്രദേശത്ത് അവരെത്തിയത് പ്രഭാത സമയത്താണ്, ദുഹാ സമയം, ആ വെയിലിങ്ങനെ ഉദിച്ചു വരുന്ന സമയം. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ആ ഗോത്രത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കുകയാണ്. സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഗാറ അലാ ബനുൽ മുസ്തലിഖ് വഹും ഗാറൂൻ. ആ ബനുൽ മുസ്തലിഖ് ഗോത്രക്കാർ അശ്രദ്ധയിലായിരിക്കുന്ന ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും പൊടുന്നനെ അവരിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹിനെയും സൈന്യത്തെയും കണ്ട ഉടനെ ആ ഗോത്രക്കാർ അവരത് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. അവർ പല ഭാഗത്തേക്കായിട്ട് ഓടിമറിഞ്ഞു. അവിടെ യുദ്ധമൊന്നും ഉണ്ടായില്ല, ഒറ്റപ്പെട്ട ചെറുക്കാനുള്ള ചില ശ്രമങ്ങളുണ്ടായി, ചെറിയ സംഘടനകൾ. അവസാനം ആ ഗോത്രത്തിൽപ്പെട്ട 7 ആളുകൾ മരണപ്പെട്ടു. മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയും ഷഹീദായി. മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും ഹിഷാം ഇബ്നു സുബാബ റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ യുദ്ധത്തിൽ ഷഹീദാവാണ്. അപ്പം അദ്ദേഹം ശത്രുക്കളുടെ കൈകളാലല്ല മരണപ്പെട്ടത്, മറിച്ച് അബദ്ധത്തിൽ ഒരു മുസ്ലിമിൻ്റെ തന്നെ അമ്പേറ്റിട്ടാണ് അദ്ദേഹം അവിടെ ഷഹീദായത്. അപ്പോൾ ഈ വ്യക്തി ഹിഷാം ഇബ്നു സുബാബ റളിയല്ലാഹു അൻഹു അദ്ദേഹം മക്കക്കാരനാണ്, മുഹാജിറാണ്. പക്ഷേ അബദ്ധത്തിൽ അയാളെ വധിച്ചത് അൻസാറിൽ ബനൂ നജാർ ഗോത്രത്തിൽപ്പെട്ട ഒരാളായിരുന്നു. ഏതായിരുന്നാലും അവിടെ അദ്ദേഹം ഷഹീദായി. അദ്ദേഹത്തിൻ്റെ ചരിത്രം മറ്റൊരു രൂപത്തിൽ പോകുന്നുണ്ട്, അത് പറഞ്ഞതിന് ശേഷം നമ്മുടെ സംഭവത്തിലേക്ക് വരാം. എന്താണെന്ന് വെച്ചാൽ ഈ രൂപത്തിൽ അദ്ദേഹം അവിടെ ഷഹീദായി. ആ ഒരു വാർത്ത മക്കയിലുള്ള അദ്ദേഹത്തിൻ്റെ അവിശ്വാസികളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബം അറിയാണ്. ആ കുടുംബത്തിൽ ഈ വ്യക്തിയുടെ ഹിഷാമിൻ്റെ ബ്രദർ മിഖ്യസ് ഇബ്നു സുബാബ ആ വിവരം അറിഞ്ഞ് മക്കയിൽ നിന്ന് യാത്ര ചെയ്ത് മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നീട് തേടി എത്തുന്നുണ്ട്. റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൻ്റെ സഹോദരൻ്റെ ആ വധത്തിൽ നഷ്ടപരിഹാരം ദിയ ആവശ്യപ്പെടുകയാണ്. ന്യായമായിട്ടുള്ള ആവശ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിയ, ആ നഷ്ടപരിഹാര തുക ലഭിക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി അനുയായികളിൽ നിന്ന് ഒരാളെ വിളിച്ചിട്ട് അവരെ ആ ബനൂ നജാർ ഗോത്രത്തിലേക്ക് പറഞ്ഞയച്ചു. കാരണം ആ ഗോത്രത്തിൽപ്പെട്ട ആളാണ് വധിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഗോത്രമാണ് അതിന് ഉത്തരവാദികൾ. ആ ഗോത്രക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതനുസരിച്ച് 100 ഒട്ടകം നഷ്ടപരിഹാരമായിട്ട് അയാൾക്ക് നൽകി. ഈ ലഭിച്ച 100 ഒട്ടകമായിട്ട് ഈ സഹോദരൻ മിഖ്യസ് ഇബ്നു സുബാബയും റസൂലുള്ളാഹി പറഞ്ഞയച്ച ആളും കൂടെ അവർ വരുന്ന വഴിയിൽ വെച്ച് ഈ മിഖ്യസ് ഒന്നും അറിയാത്ത റസൂലുള്ളാഹി പറഞ്ഞയച്ച ആ ഒരു ദൂതനെ അയാളെ വധിച്ച് ആ 100 ഒട്ടകമായിട്ട് അയാൾ മക്കയിലേക്ക് കടന്നു കളയാണ്. ആ രൂപത്തിൽ അയാൾ രക്ഷപ്പെട്ടു.
പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലങ്ങൾക്ക് ശേഷം അയാൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ട്. കാലങ്ങൾക്ക് ശേഷം മക്ക വിജയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണപ്പെട്ട വിരലെണ്ണാവുന്ന ചില ആളുകൾക്കെതിരെ മുഴുവൻ ആളുകൾക്കും മാപ്പ് നൽകി റസൂലുള്ളാഹി നടപടി സ്വീകരിച്ച വിരലെണ്ണാവുന്ന ചില ആളുകളിൽ ഈ മിഖ്യസ് ഇബ്നു സുബാബയുടെ പേര് ആ ലിസ്റ്റിൽ കാണാൻ സാധിക്കും. അയാളുടെ ക്രൈം ഈ ഒരു സംഭവമായിരുന്നു. ഏതായിരുന്നാലും നമ്മൾ ആ ബനുൽ മുസ്തലിക്കിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ആ മുസ്ലിം സൈന്യത്തിന് മുമ്പിൽ ആ ഗോത്രക്കാർ ഒന്നടങ്കം കീഴടങ്ങാണ്. അപ്പോൾ വലിയ സമ്പന്ന ഗോത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് വലിയൊരു ഓഹരി അതിൽ ഗനീമത്തായിട്ട് ലഭിക്കുന്നുണ്ട്. 2000-ഓളം ഒട്ടകങ്ങൾ, 5000-ലധികം ആടുകൾ. അപ്പോൾ നിരവധി ആടുമാടുകളെയും നിരവധി യുദ്ധത്തടവുകാരെയും മുസ്ലിങ്ങൾക്ക് അതിൽ ലഭിക്കുകയാണ്. അപ്പോൾ മുസ്ലിം സൈന്യത്തെ കണ്ട ഉടനെ തന്നെ ആ ഗോത്രത്തിൻ്റെ തലവൻ, ഞാൻ നേരത്തെ പേര് ഓർത്തു വെക്കാൻ പറഞ്ഞിരുന്നു, ഹാരിസ ഇബ്നു അബീ ദിറാർ, മുസ്ലിം സൈന്യത്തെ കണ്ട ഉടനെ തന്നെ അയാൾ ഓടി രക്ഷപ്പെട്ടു. ഇൻഷാ അല്ലാഹ് അയാളിലേക്ക് പിന്നീട് നമ്മൾ വരും. അപ്പോൾ ഹാരിസ രക്ഷപ്പെട്ടെങ്കിലും അയാളുടെ ആ മകൾ, അതായത് ആ ഗോത്രത്തിൻ്റെ അമീറ, ആ ഗോത്രത്തിൻ്റെ ആ പ്രിൻസസ്, അവർ ആ യുദ്ധത്തടവുകാർക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പേര് ബർറ എന്നുള്ളതാണ്. പിൻകാലഘട്ടത്ത് അവർക്ക് ജുവൈരിയ എന്നുള്ള പേര് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൗകര്യത്തിന് ജുവൈരിയ എന്നുള്ള പേരിലാണ് അവരെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ യുദ്ധത്തടവുകാർക്കിടയിൽ ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ളൊരു വ്യക്തി ഈ ഗോത്രത്തലവൻ്റെ മകളായിരുന്നു. അപ്പോൾ അവർ മുസ്ലിങ്ങളിൽപ്പെട്ട സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അധീനതയിലായിരുന്നു. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പ്രസിദ്ധമാണ്. സൂറത്തുൽ ഹുജറാത്തിൻ്റെ 2-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ തർഫഉ അസ്വാതക്കും ഫൗഖ സൗത്തിൻ നബി, ശബ്ദം ഉയർത്തരുതെന്ന് പറഞ്ഞ സമയത്ത് ഒരല്പം ശബ്ദം ഉച്ചത്തിൽ സംസാരിക്കുന്ന കാരണം ഈ സ്വഹാബിയാണ് ഒരുപാട് ദിവസം വീട്ടിലിരുന്നതും പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തിരുത്തുന്നതെല്ലാം ബന്ധപ്പെട്ട ആ സ്വഹാബിയാണ് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ അധീനതയിലായിരുന്നു ഈ ഗോത്രത്തലവൻ്റെ മകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ യുദ്ധത്തടവുകാരായിട്ട് പിടിച്ച ഉടനെ ആ ഗോത്രത്തലവൻ്റെ മകൾ ബർറ അല്ലെങ്കിൽ ജുവൈരിയ അവർ യജമാനായിട്ടുള്ള സാബിത്തുമായിട്ട് ഒരു മോചന കരാർ എഴുതുന്നുണ്ട്. അതായത് ഇസ്ലാമിലെ അടിമത്വമായിട്ട് ബന്ധപ്പെട്ട് അടിമ യജമാനൊരു നിശ്ചിത തുക നിശ്ചിത സമയം കൊണ്ട് ഗഡുക്കളായിട്ട് നൽകാമെന്നുള്ള വ്യവസ്ഥയിൽ അവരെഴുതുന്ന കരാർ, അതിന് ഭാഷയിൽ കിതാബത്ത് എന്നാണ് പറയുക. അതിലേർപ്പെട്ട അടിമയെ മുക്കാത്തിബ് എന്ന് വിളിക്കും. അങ്ങനെ ആ പറഞ്ഞ സമയം കൊണ്ട് അടിമ ആ ഒരു പണം പറഞ്ഞ തുക നൽകേണ്ടതുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ പരിശുദ്ധ ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നൂറിൻ്റെ 33-ാമത്തെ ആയത്തിൽ ഫകാതിബൂഹും ഇൻ അലിംതും ഫീഹി ഖൈറ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സൂറത്ത് നൂറും അടിവരയിടുക നമ്മൾ മുന്നോട്ടുള്ള വിശദീകരണത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അപവാദവുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം പ്രധാനമായിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന സൂറത്താണ് സൂറത്ത് നൂറ്. അപ്പോൾ ഈ രൂപത്തിൽ ആ ഗോത്രത്തലവൻ്റെ മകള് ആ കിതാബത്ത് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ദരിദ്രനാണ്, അദ്ദേഹം അതിന് സമ്മതിച്ചു. അപ്പോൾ പണം തരാമെന്ന് പറഞ്ഞ് അവർ ആ ഒരു വ്യവസ്ഥ, അതായത് 9 ഊക്കിയ ആ ഒരു കരാർ എഴുതിയതിന് ശേഷം ഗോത്രത്തലവൻ്റെ മകൾ നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് പോവാണ്. റസൂലുള്ളാഹി മാന്യനാണ്, റസൂലുള്ളാഹി സഹായിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോവാണ്. പിന്നീടുണ്ടായ സംഭവം റസൂലുള്ളാഹിൻ്റെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ ഗോത്രത്തലവൻ്റെ മകൾ വന്ന് ഞങ്ങളുടെ കതകിന് മുട്ടി. അങ്ങനെ ഞാനായിരുന്നു ആ വാതിൽ തുറന്നത്. അപ്പോൾ വാതിൽ തുറന്ന ഉടനെ ഏതൊരാളെയും ആകർഷിക്കുന്ന രൂപത്തിലുള്ള സൗന്ദര്യവും അങ്ങേയറ്റം വലിയ സ്വഭാവ മഹിമയും കുലീനയായിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു ആ ഗോത്രത്തലവൻ്റെ മകൾ ബർറ. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്ന് റസൂലുള്ളാഹിൻ്റെ മുമ്പിലെത്തുകയാണ്. അതിന് ശേഷം റസൂലുള്ളാഹിനോട് പറഞ്ഞു, അന ജുവൈരിയ ബിൻതുൽ ഹാരിത്ത് ഇബ്നു ദുറാർ സയ്യിദ ഖൗമി, ഞാൻ ഈ ഗോത്രത്തലവൻ്റെ മകൾ ജുവൈരി അല്ലെങ്കിൽ ബർറയാണെന്ന് അവർ പരിചയപ്പെടുത്തുകയാണ്. ശേഷം റസൂലുള്ളാഹിനോട് പറഞ്ഞു, നിങ്ങളുടെ അനുയായികളിൽപ്പെട്ട സാബിത്ത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അധീനതയിലാണ് ഞാനുള്ളത്. ഫകാതബ്തുഹു അലാ നഫ്സി, ഞാൻ അദ്ദേഹവുമായിട്ടൊരു മോചന കരാർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വരാനുള്ള കാരണം ഫജിഅ്തുക അസ്തഈനുക അലാ കിതാബത്തി, ആ മോചന കരാറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം, പണം തന്ന് സഹായിക്കണം. ആ സഹായം ചോദിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നേതാവായിട്ടുള്ള റസൂലുള്ളാഹി ആ ഗോത്രത്തലവൻ്റെ മകൾക്ക് ആ ഒരു പരിഗണന നൽകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ മുന്നിലെത്തിയിട്ടുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി അത് കേട്ടതിന് ശേഷം റസൂലുള്ളാഹി പറഞ്ഞു, ഫഹല്ലക്കി ഫി ഖൈറിൻ മിൻ ദാലിക്, അതിനേക്കാൾ നല്ലൊരു ഓപ്ഷൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ. അപ്പോൾ അവർ ചോദിച്ചു, വമാഹു, എന്താണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്ലി കിതാബതക്കി വ അതസവ്വജുക്കി, നിങ്ങളുടെ ആ മോചനദ്രവ്യം ഞാൻ നൽകാം, ആ പണം ഞാൻ നൽകാം. അതോടൊപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കട്ടെ. ആ കാലത്ത് അവർ പറഞ്ഞു നഅം, അവർ സന്തോഷത്തോടു കൂടെ അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യെസ് പറയാണ്. അപ്പോൾ ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിവാഹ പ്രപ്പോസൽ അവരുടെ മുമ്പിൽ ഓഫർ ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ആ സമയത്ത് ജുബൈരിയ റളിയല്ലാഹു അൻഹ അവർ വിധവയായിരുന്നു. അവരുടെ ആദ്യ ഭർത്താവ് അൽ മുസാഫി ബിൻ അബീ സഫ്വാൻ ഭർത്താവ് മരണപ്പെട്ടിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തിനെതിരെ ശത്രുക്കൾ നീചമായിട്ടുള്ള നിരവധി ആരോപണങ്ങൾ അവർ ഉന്നയിക്കാറുണ്ട്. സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഓരോ വിവാഹത്തിന് പിന്നിലും കൃത്യമായിട്ട് ഒരു യുക്തി കാണാൻ സാധിക്കും.
ചില വിവാഹങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി ശക്തമായിട്ട് റസൂലുള്ളാഹിൻ്റെ കഠിന ശത്രുക്കൾക്കിടയിൽ നിന്നും റസൂലുള്ളാഹി വിവാഹം ചെയ്യുക വഴി അവർക്ക് റസൂലുള്ളാഹിനോടുള്ള ആ ശത്രുതയിൽ ഒരു അയവ് വരുത്താൻ അല്ലെങ്കിൽ ആ സമീപനത്തിൽ മാറ്റം വരുത്താനും ഒരു സോഫ്റ്റ് അപ്രോച്ച് റസൂലുള്ളാഹിനോട് സ്വീകരിക്കാനെല്ലാം ആ വിവാഹം കാരണമായി തീരുന്നുണ്ട്. അതായത് പഴയ കാലത്തുള്ള ആ ഒരു സാമൂഹിക അന്തരീക്ഷം, ആ സമ്പ്രദായങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. പഴയ കാലത്ത് രണ്ട് ഗോത്രങ്ങൾ ശത്രുത വെക്കുന്ന സമയത്ത് ആ ശത്രുത പരിഹരിക്കാൻ, അത് റീകൺസൈൽ ചെയ്യാൻ അവർ സ്വീകരിക്കുന്ന ഒരു രീതി, ആ ഗോത്രത്തലവൻ മറ്റേ ഗോത്രത്തിൽ നിന്നും ഒരു വിവാഹം കഴിക്കും. ആ രൂപത്തിലുള്ള സമ്പ്രദായങ്ങളെല്ലാം അക്കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹിൻ്റെ ഏറ്റവും കഠിന ശത്രുവായിട്ട് പിന്നീട് ഇസ്ലാമിലേക്ക് വരുന്ന മക്കയിൽ ഖുറൈശികളുടെ നേതാവായിരുന്ന അബൂ സുഫിയാൻ്റെ മകളെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ വിവാഹം കഴിക്കുന്നുണ്ട്. ആ റംല അല്ലെങ്കിൽ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി വിവാഹം കഴിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതുവഴി അബൂ സുഫിയാൻ ആ റസൂലുള്ളാഹിനോടുള്ള ശത്രുതയിൽ ഒരു അയവ് വരുത്താൻ പിൻകാലഘട്ടത്തിൽ അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് തന്നെ വരുന്നുണ്ട്. അതിനെല്ലാം ഒരു കാരണമായിട്ട്, ഒരു നിമിത്തമായിട്ട് അതിൽ ഒന്നായിട്ട് ഇത് ഭവിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഒരല്പം മുമ്പ് നമ്മൾ പറഞ്ഞ 81-ാമത്തെ എപ്പിസോഡിൽ ബനു മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി വിവാഹം കഴിക്കുന്നുണ്ട്. ആ ബനു മഖ്സൂം ഗോത്രം കഠിനമായിട്ടുള്ള ശത്രുത വെച്ച് പുലർത്തിയ ആളുകളായിരുന്നു. ആ ഒരു വിവാഹത്തിന് ശേഷം ആ ബനു മഖ്സൂമിൽപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ റസൂലുള്ളാഹിനോടുള്ള സമീപനത്തിൽ മാറ്റം വന്ന് പിൻകാലഘട്ടത്തിൽ അവർ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ കഠിന ശത്രുത വെച്ച് പുലർത്തിയ ജൂതഗോത്രത്തിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ റളിയല്ലാഹു അൻഹയെ പിൻകാലഘട്ടത്തിൽ വിവാഹം കഴിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചില വിവാഹങ്ങളുടെ പിന്നിൽ അതിൻ്റെ യുക്തി ഈ രൂപത്തിൽ ശത്രുക്കളുമായിട്ടുള്ള സമീപനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഇവിടെയും ആ ഒരു വിഷയത്തിൽ ഏറ്റവും നല്ലൊരു കേസ് സ്റ്റഡിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജുവൈരിയ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ റസൂലുള്ളാഹിൻ്റെ അഭ്യർത്ഥന അവർ സ്വീകരിച്ച് അതിനുശേഷം റസൂലുള്ളാഹി പറഞ്ഞതുപോലെ ആ മോചനദ്രവ്യ തുക സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് നൽകി. അതിനുശേഷം സ്വഹീൽ ബുഖാരിയുള്ള ഹദീസിൽ അസ്വാബ യൗമ ഇദിൻ ജുബൈരിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുബൈരിയ റളിയല്ലാഹു അൻഹയെ അവർ വിവാഹം കഴിക്കുകയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ പിൻകാലഘട്ടത്തിൽ അവർ പറയുന്നുണ്ട്, ആ വിവാഹത്തിൻ്റെ 2-3 ദിവസം മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. മദീനയുടെ ഭാഗത്ത് നിന്നും ഒരു ചന്ദ്രൻ ഉദിച്ചു വരുന്നതായിട്ടുള്ളൊരു സ്വപ്നം ഞാൻ കണ്ടു. അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. പിന്നീട് ആ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ആ സ്വപ്നം പൂർത്തിയായതെന്നെല്ലാം അവർ പിന്നീട് ഉദ്ധരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗോത്രത്തലവൻ്റെ മകളെ വിവാഹം കഴിച്ച വാർത്ത അനുയായികൾക്കിടയിൽ, സ്വഹാബികൾക്കിടയിൽ മുഴുവൻ ആ ന്യൂസ് എത്തുകയാണ്. അപ്പോൾ അവരൊന്നറങ്ങ് ചിന്തിക്കുകയാണ്. കാരണം നമ്മൾ ബന്ദികളാക്കി വെച്ച ഗോത്രത്തിലെ ആ തടവുകാരെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചതോടുകൂടെ അവർ റസൂലുള്ളാഹിൻ്റെ ബന്ധുക്കളായിട്ട് മാറി. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ബന്ധുക്കളെ എങ്ങനെയാണ് നമ്മൾ തടവുകാരായിട്ട് അല്ലെങ്കിൽ ബന്ദികളായിട്ട് പിടിക്കുക? അങ്ങനെ അവർ അത് ചിന്തിച്ച് അവിടെ പിടിച്ച മുഴുവൻ ബന്ദികളെയും അവർ സ്വതന്ത്രരാക്കുകയാണ്. യാതൊരു മോചനദ്രവ്യവും വാങ്ങാതെ മുഴുവൻ ആളുകളെയും അവർ സ്വതന്ത്രരാക്കി. അവർ പിടിച്ചെടുത്ത ആ ഗനീമത്ത് സ്വത്തെല്ലാം അവർക്ക് തന്നെ തിരിച്ചു നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു മുസ്ലിങ്ങളുടെ ഈ ഒരു സമീപനം കണ്ടിട്ട് തന്നെ ആ ഗോത്രത്തിലുള്ള പല ആളുകളും ആ ഒരു പോയിന്റിൽ ഇസ്ലാം സ്വീകരിക്കുകയാണ്. എത്ര മനോഹരമാണ്. അപ്പോൾ ഈ രൂപത്തിലായിരുന്നു അവിടെ സംഭവിച്ചത്. അത് മാത്രമല്ല, ഇത് നമ്മൾ നേരത്തെ പോസ് ചെയ്ത് വെച്ച വിഷയം, ഇപ്പോൾ ഇവിടെ റസൂലുള്ളാഹി വിവാഹം കഴിച്ച ആ ജുബൈരിയ റളിയല്ലാഹു അൻഹ അവരുടെ പിതാവ് ഹാരിസയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. യുദ്ധം തുടങ്ങിയ ഉടനെ തന്നെ ഹാരിസ ഇബ്ൻ അബീ ദിറാർ അവർ ഓടി രക്ഷപ്പെട്ടിരുന്നു. ഇപ്പോൾ ഗോത്രത്തലവൻ ഹാരിസ അവിടെ നടക്കുന്നതെന്ന് അറിയുന്നില്ല. തൻ്റെ മകൾ അവർ ബന്ദിയാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത് മാത്രമേ അയാൾക്ക് അറിയൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മകളെ മോചിപ്പിക്കാൻ വേണ്ടി തൻ്റെ മുഴുവൻ സമ്പത്തുമായിട്ട് അയാൾ യാത്ര ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ സമ്പത്തെല്ലാം രഹസ്യമായിട്ട് ഒളിപ്പിച്ച് വെച്ചിരുന്ന അൽ അഖീഖ് എന്നുള്ളൊരു താഴ്വര. നമുക്കറിയാം, പഴയ കാലത്ത് ഇന്നത്തെ പോലെ ബാങ്ക് സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ ഓരോ ഗോത്രക്കാരും അവരുടെ സമ്പത്ത് ഇതേ രൂപത്തിൽ രഹസ്യമായിട്ടുള്ളൊരു സ്ഥലത്ത് കുഴിച്ചിട്ട് ആ രൂപത്തിൽ ഒളിപ്പിച്ച് വെക്കുക, ആ രൂപത്തിലായിരുന്നു അവർ ചെയ്തിരുന്നത്. അപ്പോൾ അഖീഖ് താഴ്വരയിൽ പോയി ഹാരിസ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമ്പത്തും അദ്ദേഹം എടുത്തു. അതിൽ അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2-3 ഒട്ടകങ്ങൾ അതുമെല്ലാം അവിടെ തന്നെ വെച്ച് ബാക്കിയുള്ളത് മുഴുവൻ എടുത്ത് അദ്ദേഹം മകളെ മോചിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ മദീനയിലെത്തുകയാണ്. അങ്ങനെ റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞു, ഞാൻ ഈ ഗോത്രത്തിൻ്റെ തലവനാണ്, എൻ്റെ മകൾ നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്, അവളെ മോചിപ്പിക്കാൻ വേണ്ടി എൻ്റെ മുഴുവൻ സമ്പത്തുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമ്പത്ത് അവിടെ ഇരിക്കട്ടെ, നിങ്ങളുടെ മകൾ പ്രായപൂർത്തിയായിട്ടുള്ളൊരു സ്ത്രീയാണ്, അവർ സ്വന്തം തീരുമാനം എടുക്കട്ടെ. അപ്പോൾ പിതാവ് അങ്ങേയറ്റം സന്തോഷിച്ചു. അങ്ങനെ മകൾ ജുബൈരിയ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ ഉപ്പ വന്നിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ പിതാവിൻ്റെ കൂടെ പോകാം, അതല്ലെങ്കിൽ എൻ്റെ കൂടെ ഇവിടെ നിൽക്കാം. അപ്പം ആ മകള് പിതാവിനെ എല്ലാ അർത്ഥത്തിലും അമ്പരപ്പിച്ചുകൊണ്ട് ആ മകൾ പറഞ്ഞു, എനിക്ക് താങ്കളുടെ കൂടെ ഇവിടെ നിന്നാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നിൽക്കാൻ വേണ്ടി അവർ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ ഇത് ഭാര്യയുടെ കാര്യത്തിൽ മാത്രമല്ല, നേരത്തെ ഓർക്കുന്നുണ്ടാകും മക്കൻ സീറയിലും
സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു കുട്ടിയായിരിക്കുന്ന 8 വയസ്സ് പ്രായത്തിൽ ആ കൊള്ള സംഘം ആ കുട്ടിയെ തട്ടിയെടുത്ത് മക്കയിൽ ഉഖാല ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് അവസാനം ഖദീജ റളിയല്ലാഹു അൻഹ വഴി റസൂലുള്ളാഹിൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. അങ്ങനെ ആ കുട്ടി ആ വീട്ടിൽ വളരാണ്. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം പിതാവ് ആ വാർത്ത അറിഞ്ഞ് മക്കയിൽ കുട്ടിയെ തേടിയെത്തുന്നുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ആ മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ ഉപ്പയുടെ കൂടെ പോകാം, അതല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കാം. ആ മകനും പിതാവിനെ അമ്പരപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ മാസ്മരികമായിട്ടൊരു വ്യക്തിത്വം, ഏതൊരാളെയും ആ രൂപത്തിൽ ആകർഷിക്കുന്നൊരു വ്യക്തിത്വമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പിതാവ് ഹാരിസ അമ്പരന്ന് അവിടെ നിൽക്കുകയാണ്. തൻ്റെ മകളെ ഇത്ര എണ്ണപ്പെട്ട ഈ ദിവസം കൊണ്ട് ഇത്രയേറെ ഇദ്ദേഹം സ്വാധീനിച്ചുവെങ്കിൽ ആ രൂപത്തിൽ ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് റസൂലുള്ളാഹിൻ്റെ അടുത്ത ചോദ്യം. റസൂലുള്ളാഹി പുഞ്ചിരിച്ചുകൊണ്ട് ഞെട്ടിപ്പിക്കുന്നൊരു ചോദ്യം റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ മുഴുവൻ സമ്പത്തും കൊണ്ടുവന്നിട്ടുണ്ടെന്ന്, പക്ഷേ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച ആ രണ്ട് ഒട്ടകങ്ങൾ എവിടെ? ഒരു ചോദ്യം കൂടെ കേട്ട സമയത്ത് അദ്ദേഹത്തിന് പിന്നീട് മറ്റൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. കാരണം ആ ഒട്ടകം രഹസ്യമായിട്ട് ഒളിപ്പിച്ച് അഖീഖ് താഴ്വരയിൽ ഒളിപ്പിച്ച് വെച്ചതിന് മറ്റൊരാളും സാക്ഷിയായിരുന്നില്ല. ഇനി ഒരാൾ കണ്ടാൽ തന്നെ ആ ന്യൂസ് ഇവിടെ എത്താനുള്ള സമയമായിട്ടില്ല. അതുകൂടെ കേട്ടതോടുകൂടെ ഈ ഹാരിസ ഉടനെ തന്നെ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച് അദ്ദേഹം അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിക്കുകയാണ്. അദ്ദേഹം മുസ്ലിം ആവുകയാണ്. അദ്ദേഹം മുസ്ലിം ആയതോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തന്നെ ആ ഗോത്രത്തിൻ്റെ ആ ഒരു ചുമതല അല്ലെങ്കിൽ ആ തലവനായി നിയമിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എത്ര മനോഹരമാണ്. അതായത് ആ ഗോത്രക്കാർ മുഴുവൻ സ്വതന്ത്രരായി, അവർക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു കിട്ടി. അതേപോലെ തന്നെ അദ്ദേഹം തന്നെ വീണ്ടും ആ ഗോത്രത്തിൻ്റെ നായകനായി. അവിടെ വന്ന ഏക മാറ്റം എന്താണെന്ന് വെച്ചാൽ ആ ഗോത്രത്തിൻ്റെ തലവൻ്റെ മകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായിട്ട് മാറി. ആ ഒരു ചേഞ്ച് മാത്രമാണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഈ ജുബൈർ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ലാ അഅലമു ഇംറഅ അലാ ബറകത്തിൻ അലാ ഖൗമിഹ ജുബൈരിയ. അതായത് സ്വന്തം ജനതക്ക് ഇത്രമാത്രം അനുഗ്രഹമായി ഭവിച്ച മറ്റൊരു സ്ത്രീയെ എനിക്കറിയില്ല എന്നുള്ള. എന്നിട്ട് ജുബൈർ റളിയല്ലാഹു അൻഹയുടെ പേരാണ് അവർ പറയുന്നത്. കാരണം അവരുടെ ആ ഒരു ബർക്കത്ത് കൊണ്ട് ആ ഗോത്രം മുഴുവൻ ഇസ്ലാം സ്വീകരിക്കുകയാണ്. ആ രൂപത്തിലുള്ള അനുഗ്രഹങ്ങളെല്ലാം ആ ഗോത്രത്തിന് ലഭിക്കുകയാണ്. അപ്പോൾ മറ്റൊരു കാര്യം ഇതിനോട് അനുബന്ധമായിട്ട് പറയേണ്ടത്, ഇപ്പോൾ ഞാൻ പലതവണ അവരുടെ പേര് ബർറയാണെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണ് അവർക്ക് ആ ജുബൈരിയ എന്നുള്ള മനോഹരമായിട്ടുള്ള നാമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. ആദ്യത്തിൽ അവരുടെ പേര് ബർറ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഹദീസെല്ലാം പിൻകാലഘട്ടത്തിൽ ക്രോഡീകരിച്ച സമയത്ത് അവർ ആ ഒരു പേരിൽ മുഴുവൻ സംഭവങ്ങൾ ആ രൂപത്തിൽ വരുന്നു എന്ന് മാത്രം. യഥാർത്ഥത്തിൽ ബർറ എന്നുള്ള പേര്, ബർറ എന്നാൽ നല്ല ആൾ അല്ലെങ്കിൽ ഭക്തി എന്നുള്ള അർത്ഥമാണ്. പരിശുദ്ധ ഖുർആനിലും സൂറത്തുൽ മുത്തഫിഫീൻ ഇന്നൽ അബ്റാർ ലഫീ നഈം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ അപൂർവം സന്ദർഭങ്ങളിൽ മാത്രമേ ഒരാളുടെ പേര് മാറ്റാറുണ്ടായിരുന്നുള്ളൂ. വിശ്വാസപരമായിട്ട് വിശ്വാസത്തിന് നിരക്കാത്ത വല്ല അർത്ഥം ഉണ്ടെങ്കിൽ, ഇപ്പോൾ അബ്ദുഷംസ് സൂര്യൻ്റെ അടിമ, ആ രൂപത്തിലുള്ള പേരുകൾ റസൂലുള്ള അബ്ദുള്ള അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ ആ രൂപത്തിൽ മാറ്റിയിട്ടുണ്ട്. അതല്ലെങ്കിൽ മോശ അർത്ഥം, അതല്ലെങ്കിൽ ഇതേ രൂപത്തിൽ സ്വയം വാഴ്ത്തുന്ന രൂപത്തിലുള്ള അർത്ഥം. ഇപ്പോൾ സ്വഹീഹ് മുസ്ലിമിൽ കിതാബുൽ ആദാബ്, മര്യാദകളെ സംബന്ധിച്ചുള്ള ആ ഒരു ബുക്കിൽ പ്രത്യേകമായിട്ട് ഒരു ചാപ്റ്റർ തന്നെ ബാബുൽ തഅയ്യിറിൽ ഇസ്മു ഇലാ അഹ്സന മിൻഹു, അതായത് പേര് മാറ്റി കൂടുതൽ നല്ല പേരിടുക, ആ രൂപത്തിലൊരു അധ്യായം കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബർറ എന്നുള്ളത് സ്വയം വാഴ്ത്തുന്നത് പോലെയാണ്, ഞാൻ ഭക്തിയുള്ള ആൾ. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നജ്മിൽ ഫലാ തുസക്കു അൻഫുസക്കും ഹുവ അലമു ബിമൻ ഇത്തഖ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളെ സ്വയം വാഴ്ത്തരുത്. ആ തഖ്വയെ സംബന്ധിച്ച് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അറിയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ രൂപത്തിലുള്ള പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചില്ല. റസൂൽ അതുകൊണ്ട് തന്നെ ആ ബർറ എന്നുള്ള പേര് മാറ്റി ജുവൈരിയ എന്നുള്ള പേര് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി നൽകുകയാണ്. മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം, ഈ ബർറ എന്നുള്ള പേര് സീറയിൽ പല ആളുകൾക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹിൻ്റെ ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ തന്നെ കടന്നു വരുന്ന സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ, അവരുടെ പേരും ബർറ എന്നുള്ളതാണ്. അതും റസൂലുള്ളാഹി മാറ്റിയതാണ്. അതേപോലെ തന്നെ അതേ പേരിൽ ബർറ എന്നുള്ള പേരിൽ മൈമൂന ബിൻത്തുൽ ഹാരിഥ റളിയല്ലാഹു അൻഹ, അവരുടെ പേരും മുമ്പ് ബർറ ആയിരുന്നു. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റുകയാണ്. ഈ രൂപത്തിൽ ആ ഒരു അർത്ഥമുള്ളത് കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പേര് പിൻകാലഘട്ടത്തിൽ മാറ്റുകയുണ്ടായത്. അങ്ങനെ ബനുൽ മുസ്തലിഖ് ഗോത്രം അവർ ഒന്നടങ്കം ഇസ്ലാം സ്വീകരിച്ച് റസൂലുള്ളാഹിൻ്റെ അനുയായികളായിട്ട് അവിടെ ജീവിച്ചു. പിന്നീട് ഒരിക്കലും അവർക്കെതിരെ ഒരു ആരോപണം വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു തെറ്റിദ്ധാരണയായിരുന്നു. അതായത് നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. അത് ഈ ബനുൽ മുസ്തലിഖ് ഗോത്രത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം റസൂലുള്ളാഹി ഒരിക്കലും അവരിൽ നിന്ന് സകാത്ത് പിരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി ഒരാളെ പറഞ്ഞയക്കുന്നുണ്ട്. ഈ സംഭവം ഇമാം അഹ്മദിൻ്റെ മുസ്നദിലും തൊബ്രാനിയിലെല്ലാം അതേപോലെ തന്നെ ചില തഫ്സീറുകളിലെല്ലാം ഈ ഒരു ആയത്തിനടിയിൽ ഈ ഒരു സംഭവം കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും.
റസൂലുള്ള ഒരു വ്യക്തിയെ പറഞ്ഞേക്കാണ്. ചില റിപ്പോർട്ടിൽ വലീദ് ഇബ്നു ഉഖ്ബയാണ്. അപ്പോൾ അയാൾ ഈ പോയ വ്യക്തി അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ആ ഗോത്രത്തോടോ അല്ലെങ്കിൽ ആ ഗോത്രത്തിലുള്ള ചില ആളുകളോടോ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഒരു ദേഷ്യം കാരണം അയാൾ ആ ഗോത്രത്തെ അവിടെ ഒന്നും പോകാതെ തിരിച്ച് തന്നെ മദീനയിലേക്ക് വന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലുള്ളാഹ് ഇന്നൽ ഹാരിസ മനഅനി സക്കാത്ത് വ അറാദ ഖത്ലി. ഹാരിസ സക്കാത്ത് തരാൻ വിസമ്മതിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ എന്നെ വധിക്കാൻ വേണ്ടി ആ ഗോത്രത്തിലെ ചില ആളുകൾ ശ്രമിച്ചു എന്നെല്ലാം റസൂലുള്ളാഹിനോട് തെറ്റായിട്ടുള്ള വാർത്ത നൽകുകയാണ്. റസൂലുള്ളാഹി ദേഷ്യം വന്ന് റസൂലുള്ളാഹി അവരിലേക്ക് പോകാനിരിക്കുന്ന സമയത്ത് ഗോത്രത്തലവൻ ഹാരിസയും ഒരു സംഘവും ആ സമയത്ത് മദീനയിലെത്താണ്. അവരിതൊന്നും അറിയുന്നില്ല. അവർ റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്ന് സുഖവിവരെല്ലാം അന്വേഷിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞു. അപ്പോൾ ഹാരിസ് നെട്ടിക്കൊണ്ട് പറഞ്ഞു, അങ്ങനെ ഒരാളും വന്നിട്ടില്ലേ, അങ്ങോട്ട് സക്കാത്ത് ആവശ്യപ്പെട്ടിട്ടില്ലേ, ഞങ്ങളിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നത് ആ സക്കാത്തിൻ്റെ തുക ഏൽപ്പിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് അദ്ദേഹം ആ സക്കാത്തിൻ്റെ തുക റസൂലുള്ളാഹിനെ ഏൽപ്പിക്കുകയാണ്. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിൻ്റെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആയത്ത് 6-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 6-ാമത്തെ വചനത്തിൻ്റെ അവതരണ പശ്ചാത്തലം ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഈ ധർമ്മനിഷ്ഠയില്ലാത്ത ഏതെങ്കിലും ഒരാൾ ഇത്തരത്തിലുള്ള വാർത്തയായിട്ട് വന്നാൽ നിങ്ങൾ ആ വാർത്ത വെരിഫൈ ചെയ്യണം. അതല്ലാതെ നിങ്ങൾ ചാടിക്കയറി എന്തെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ അത് പിന്നീട് നിങ്ങൾ ഖേദിക്കാൻ കാരണമാകുമെന്നുള്ള. സുബ്ഹാനല്ലാഹ്, ആയത്ത് ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഈ ഒരു ആയത്ത് ജനറലാണ്. അത് അവസാന നാൾ വരെ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയായിട്ട് ബന്ധപ്പെട്ടെല്ലാം നമ്മൾ ചേർത്ത് വെക്കുന്ന സന്ദർഭത്തിൽ, ഇപ്പോൾ പുതിയ ടെക്നോളജിയിൽ ഡീപ്പ് ഫേക്ക് ഇതേ രൂപത്തിലുള്ള ടെക്നോളജിയിലല്ല എന്താണ് ശരി തെറ്റെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ ഇത്തരത്തിൽ ഏതൊരു വാർത്തയും അത് നിങ്ങൾ കൃത്യമായി വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ സ്വീകരിക്കാവൂ എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന. ഇതും ഈ ബനിൽ മുസ്തലഖുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ആയത്ത് കടന്നു വരുന്നതെന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അവസാനമായിട്ട് റസൂലുള്ളാഹി ഗോത്രത്തിൽ നിന്ന് വിവാഹം ചെയ്ത ജുബൈരിയ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചുകൂടെ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ ആ ഗുണങ്ങളെ നേരത്തെ പറഞ്ഞു, അവർ ഭക്തിയിലും ആരാധനയിലെല്ലാം വളരെ മുൻപന്തിയിലായിരുന്നു. അതിനെ കുറിക്കുന്ന നിരവധി ഹദീസുകൾ കാണാൻ സാധിക്കും. നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഹദീസിൽ സ്വഹീഹ് മുസ്ലിമിൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം ഫജ്ർ നമസ്കരിച്ചതിന് ശേഷം റസൂലുള്ളാഹി പുറത്തുപോയി. പക്ഷെ അവർ ആ നിസ്കാരപ്പടത്തിൽ തന്നെ ഇരുന്ന് അവിടെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി പുറത്തുപോയി ഒരുപാട് സമയത്തിന് ശേഷം റസൂലുള്ളാഹി തിരിച്ചു വരുന്ന സമയത്തും അവർ അതേ ഇരിപ്പിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, നിങ്ങളിപ്പോഴും അത് ചൊല്ലിയിരിക്കുകയാണ്? അപ്പോൾ അവർ പറഞ്ഞു അതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാനിവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് 4 വാക്കുകൾ ഞാൻ 3 തവണ പറഞ്ഞു. നിങ്ങൾ ഇന്ന് ഇവിടെ മുഴുവൻ ഇരുന്ന് നിങ്ങൾ ദിക്ർ ചൊല്ലിയാലും ഞാൻ പറഞ്ഞ 4 വാക്കുകളായിരിക്കും അതിനേക്കാൾ കനം തൂങ്ങുക. അത്രയേറെ ശ്രേഷ്ഠമായിട്ടുള്ള 4 വാക്കുകൾ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 4 പദങ്ങൾ അവർ വഴി യഥാർത്ഥത്തിൽ നമ്മളെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അറിയാത്ത ആളുകൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നുണ്ട്, അത് മനപ്പാടാക്കുക. അതായത് റസൂലുള്ളാഹി അവരെ പഠിപ്പിക്കുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി അദദ ഖൽഖിഹി വ റിളാ നഫ്സിഹി വ സിനത അർശിഹി വ മിദാദ കലിമാതിഹി. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടാവും. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ്. അദദ ഖൽഖിഹി, അവൻ്റെ സൃഷ്ടികളുടെ എണ്ണത്തോളം, അതേപോലെ തന്നെ വ റിളാ നഫ്സി, അവൻ്റെ തൃപ്തിയോളം, അതേപോലെ തന്നെ വ സിനത അർശിഹി, അവൻ്റെ അർശിൻ്റെ തൂക്കത്തോളം, അവസാനമായിട്ട് വ മിദാദ കലിമാതി, അവൻ്റെ വചനങ്ങൾ എഴുതാനുള്ള ആ മഷിയുടെ അളവിനോളം. അത്രയേറെ അള്ളാഹനെ വാഴ്ത്താണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. 1 മിനിറ്റിൽ നമുക്ക് 3 തവണ പറയാൻ കഴിയും. അത് പ്രത്യേകിച്ച് ഫജ്ർ നമസ്കാരത്തിന് ശേഷം 1 മിനിറ്റിൽ താഴെ 3 തവണ പറയുകയാണെങ്കിൽ ആ ദിവസം മുഴുവൻ ദിക്ർ ചെല്ലുന്നതിന് സമാനമായിട്ടുള്ള പ്രതിഫലം എന്നെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ അറിയാത്ത ആളുകൾ അത് എഴുതിയെടുത്ത് മനപ്പാടാക്കാൻ ശ്രമിക്കുക. വളരെ ചെറിയ ദിക്ർ മാത്രമാണ്. അത് ഈ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പത്നി വഴിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെ അവർ സ്വതക്കയിൽ വളരെ മുൻപന്തിയിലായിരുന്നു. അതേപോലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള വെള്ളിയാഴ്ച നോമ്പുമായിട്ട് ബന്ധപ്പെട്ട ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വന്ന സമയത്ത് റസൂലുള്ളാഹിൻ്റെ ഈ പത്നി ജുബൈരിയ റളിയല്ലാഹു അൻഹ അവർ നോമ്പുകാരിയാണ്. വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ റസൂൽ ചോദിച്ചു, നിങ്ങൾ ഇന്നലെ നോറ്റിട്ടുണ്ടോ? അവർ പറഞ്ഞു ഇല്ല. നാളെ നോക്കാൻ പ്ലാൻ ഉണ്ടോ? അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ആ രൂപത്തിൽ വെള്ളിയാഴ്ച മാത്രമായിട്ട് നിങ്ങൾ നോമ്പ് നോൽക്കരുത്. ഒന്നുകിൽ അതിൻ്റെ മുന്നേയുള്ള ദിവസം, അതല്ലെങ്കിൽ പിന്നെയുള്ളത്, രണ്ടും ചേർത്ത് നോക്കണം എന്നല്ല ഒരു ഹദീസെല്ലാം ജുബൈരിയ റളിയല്ലാഹു അൻഹ വഴിയാണ് നമുക്ക് ലഭിക്കുന്നത്. റസൂലുള്ളാഹിൻ്റെ ഈ ഒരു പത്നി ജുബൈരിയ റളിയല്ലാഹു അൻഹ ഒരുപാട് കാലം ജീവിക്കുന്നുണ്ട്. റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷവും ഖുലഫാഉർ റാഷിദീങ്ങളുടെയും കാലം കഴിഞ്ഞ് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്താണ് അവർ വഫാത്താകുന്നത്.
65 വയസ്സിൽ, ഹിജറ വർഷം 55 അല്ലെങ്കിൽ 56, ആ ഒരു കാലഘട്ടത്താണ് അവർ വഫാത്താകുക. അതിനിടയിൽ വരുന്ന നിരവധി ഫിത്നകളിൽ നിന്നെല്ലാം മാറി നിന്ന് വളരെ പവിത്രമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു ജുബൈർ റളിയല്ലാഹു അൻഹു പിന്നീട് നയിച്ചത്. അപ്പോൾ ആ രൂപത്തിലാണ് അവരുടെ ചരിത്രം കാണാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ നമ്മുടെ ആ സംഭവത്തിൽ ആദ്യം നടന്ന ആ ബനുൽ മുസ്തലഖ് സംഭവമാണ് നമ്മൾ വിവരിച്ചത്. ഇനി തുടർന്ന് അത് കഴിഞ്ഞ് അവർ തിരിച്ചു വരുന്ന വഴിയിൽ വെച്ച് ആ പ്രധാനപ്പെട്ട രണ്ടാമത്തെ സംഭവം, ആ മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ അവർ മുസ്ലിങ്ങൾക്കിടയിൽ, മുഹാജിറുകൾക്കും അൻസാറുകൾക്കിടയിൽ ഉണ്ടാക്കിയ അവരാ ഭിന്നിപ്പ് നിരവധി, പ്രത്യേകിച്ച് ആധുനിക മുസ്ലിം സമൂഹത്തിനെല്ലാം നിരവധി പാഠങ്ങൾ നൽകുന്ന ആ രണ്ടാമത്തെ സംഭവം ഇൻഷാ അല്ലാഹ് തുടർന്ന് നമ്മൾ അടുത്ത ഭാഗത്ത് വിശദീകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം ആഴത്തിൽ മനസ്സിലാക്കാനും കഴിയുന്നത്ര ജീവിതത്തിൽ പകർത്തി നാളെ അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.